സംഘർഷം തുടർന്ന ബംഗ്ലാദേശിൽ വീണ്ടും ഒരു കൊലപാതകം. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ബജേന്ദ്ര വിശ്വാസാണ് കൊല്ലപ്പെട്ടത്. അർദ്ധസൈനിക വിഭാഗമായ അൻസാറിലെ അംഗമായ ബജേന്ദ്ര വിശ്വാസിന് നേരെ സഹപ്രവർത്തകനാണ് വെടിയുതിർത്തത്. വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് വിനീത? ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മൂന്നാമതൊരാളാണ് ഇതാ കൊല്ലപ്പെടുന്നത്. ബംഗ്ലാദേശിൽ ഈ ബജേന്ദ്ര വിശ്വാസാണ് കൊല്ലപ്പെട്ടതെന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇദ്ദേഹം വസ്ത്ര ഫാക്ടറിയിലെ ജീവനക്കാരനായിരുന്നു. സഹപ്രവർത്തകരാണ് വെടിയുതിർത്തത്. ഇതിൽ മറ്റ് പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള വാക്കുതർക്കമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവർക്കൊപ്പം ജോലി ചെയ്തിരുന്ന ആളുകൾ പറയുന്നത്. ഈ പ്രതിയായിട്ടുള്ള നൊമാൻ മിയയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ നൊമാൻ മിയ ഇദ്ദേഹവുമായി സംസാരിക്കുകയും ബജേന്ദ്ര വിശ്വാസുമായി സംസാരിക്കുകയും ഈ പ്രതിയുടെ പക്കലുണ്ടായിരുന്ന ഒരു തോക്കെടുത്ത് ഞാനിപ്പോൾ തന്നെ വെടിവെക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് വെടിയുതിർക്കുകയുമായിരുന്നു എന്നാണ് ഒപ്പം ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറയുന്നത്. പിന്നാലെ ഈ ബജേന്ദ്ര വിശ്വാസിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടുണ്ടായിരുന്നില്ല. ഇരുവരും ബംഗ്ലാദേശിന്റെ അർദ്ധസൈനിക വിഭാഗമായ അൻസാറിലെ അംഗങ്ങളാണ്. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഈ സംഘർഷങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ തുടരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നുള്ള ആവശ്യങ്ങളും നേരത്തെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുമുണ്ടായിരുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന ഇത്തരത്തിലേക്കുള്ള ആക്രമണങ്ങളിൽ ഇന്ത്യ വലിയ അതൃപ്തിയും ആശങ്കയും അറിയിച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ ഇതാ തൊട്ടു പിന്നാലെയാണ് ന്യൂനപക്ഷ വിഭാഗത്തിലെ മറ്റൊരു യുവാവ് കൂടി ബംഗ്ലാദേശിൽ കൊല്ലപ്പെടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.